താൻ കടന്നു വന്ന വഴികളിലെല്ലാം തന്നെ കൃത്യവും വ്യക്തവും മാതൃകാപരവുമായ അടയാളപ്പെടുത്തലുകൾ സൃഷ്ടിച്ച അധ്യാപകനാണ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ SSLC പരീക്ഷയിൽ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി ശ്രദ്ധിക്കപ്പെട്ട ഒരു കുട്ടി, അധ്യാപകൻ എന്നുള്ള നിലയിൽ ഈ രംഗത്തേക്ക് കയറി വരുന്ന തന്നെ കാസർഗോഡ് ജില്ലയിലെ PSC റാങ്ക് ലിസ്റ്റിൽ 7ാം റാങ്കുകാരനായിക്കൊണ്ട് അധ്യാപന ജീവിതത്തിൽ ഉടനീളം കുട്ടികൾക്ക് പ്രിയപ്പെട്ട അധ്യാപകൻ, പ്രഥമാധ്യാപകനായി ജോലി ചെയ്ത എല്ലായിടങ്ങളിലും നാട്ടുകാരും PTA-ക്കാരും SMC-ക്കാരും ഒക്കെ ഒറ്റ സ്വരത്തിൽ പറയുന്ന നമ്മുടെ നാറോത്ത് ബാലകൃഷ്ണ മാഷ്. ഈ രീതിയിലൊക്കെ ഒരു വ്യക്തിക്ക് മാറാൻ കഴിയുന്നു എന്നത് എന്താണ് അതിൻ്റെ അതിശയം എന്നത് മാഷക്ക് മാത്രമേ പറയാൻ പറ്റൂ. എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ പല മേഖലകളിൽ മാഷുമായി ബന്ധമുള്ളവരാണ്. അധ്യാപകൻ, അതോടൊപ്പം തന്നെ നല്ല ഗായകൻ, നടൻ, സംഘാടകൻ, ഈ രീതിയിലൊക്കെ മാഷ് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഇക്കൊല്ലം നമ്മൾ എന്നുള്ള ഒരു സപ്ലിമെന്റിലൂടെ നിങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയിട്ടുള്ള നൂതന ഇന്നവേറ്റീവായിട്ടുള്ള പല പരിപാടികളും കേരളത്തിൻ്റെ വിവിധ ജില്ലകൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരം. കഴിഞ്ഞ ആഴ്ച കോട്ടയം ജില്ലയിൽ നിന്ന് മാഷെ ഒരു അധ്യാപനം വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉച്ച സമയത്ത് നടത്തുന്ന ലഞ്ച് ബോക്സിനെ കുറിച്ചൊരു വിവരം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. കാസർഗോഡ് ജില്ലയിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തിലുള്ള വ്യക്തികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉച്ചയ്ക്ക് നടത്തുന്ന ഇത്തരം പരിപാടികളുടെ രീതി നമുക്കൊന്ന് അത് മറ്റു സ്കൂളുകളിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനെ മറ്റ് സ്കൂളുകൾക്കും പഞ്ചായത്തുകൾക്കും ഒക്കെ അനുകരിക്കാൻ പറ്റുന്ന, മാതൃകയാക്കാൻ പറ്റുന്ന നിരവധി അക്കാദമിക പ്രവർത്തനങ്ങൾ നടന്ന വർഷമാണ് കഴിഞ്ഞത്. അതിലൊക്കെ ടീം പിലിക്കോടിന് നേതൃത്വം നൽകാൻ ബാലകൃഷ്ണൻ മാഷക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് വളരെ സന്തോഷകരമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവരൊക്കെ, അദ്ദേഹത്തോട് ഒരു വാക്ക് സംസാരിച്ചവരൊക്കെ ഇന്ന് ആ ഹൃദയം നിറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വൈകാരികമായൊരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ നാറോത്ത് മാഷോടെ പിത്തിരി നേരം എന്നുള്ള ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റ വാക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ PTA പ്രസിഡന്റ് T പ്രദീപേട്ടനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തും. ഒട്ടേറെ സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിദ്യാലയത്തെ രക്ഷിതാക്കളോടൊപ്പം തന്നെ അതോടൊപ്പം രക്ഷിതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്, കുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മാഷെക്കുറിച്ച് സുധീർ മാഷ് സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചു. നമ്മുടെ സ്കൂളിൻ്റെ വലിയൊരു സ്വത്താണ് ബാലകൃഷ്ണ മാഷ്. നാളത്തോടുകൂടി നമുക്ക് ആ സ്വത്ത് ഔദ്യോഗികമായി നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ 3.5 കൊല്ലമായിട്ട് ഈ സ്കൂളിനെ ആകെ മാറ്റിമറിച്ച ഒരു അധ്യാപകനാണ്. ഊണിലും ഉറക്കത്തിലും സ്കൂളിൻ്റെ വികസന സാധ്യതകളെക്കുറിച്ചും കുട്ടികളുടെ പഠന പുരോഗതിയെക്കുറിച്ചും മാത്രം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ, ഒരു പ്രധാന അധ്യാപകനായിരുന്നു മാഷ്. മാഷെക്കുറിച്ച് വേറെ പറയാനുണ്ട്, പക്ഷേ ഈ വേളയിൽ നമുക്ക് പറയുന്നില്ല. ഏതായാലും MLAക്ക് മറ്റു പരിപാടികൾ കൂടി ഉണ്ട്. നമ്മുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് MLA രാജാവനോട് ക്ഷണിക്കുകയാണ്. അക്കാദമികവും അക്കാദമികേതരമായ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് കുട്ടികളുടെ ബഹുമുഖ വ്യക്തിത്വ വികസനത്തിനും കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തിയവരെ പരിപോഷിപ്പിക്കുന്നതിനുമെല്ലാം ഒരു അധ്യാപകൻ എങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഞാൻ പണ്ടേ നോട്ട് ചെയ്തൊരു മാഷായിരുന്നു. ഈ സ്കൂളിൽ വരുമ്പോൾ അല്ല, ഓർക്കുന്നില്ല ഞാനേതൊരു സന്ദർഭം. അതുപോലെ ഏത് വിഷയങ്ങൾ സംബന്ധിച്ചായാലും
അതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കുകയും പ്രതികരിക്കുകയും തൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുമെല്ലാമുള്ള സാമർഥ്യം അല്ലെങ്കിൽ മിടുക്ക് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. കൂടുതൽ പരിചയപ്പെടുത്തേണ്ടുന്ന കാര്യം എനിക്കില്ല, കാരണം നിങ്ങൾക്ക് വളരെ സുപരിചിതനാണ് അദ്ദേഹം. പക്ഷേ വയസ്സ് കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സർവീസിന് പിരിയാതിരിക്കാനൊരു മാർഗവുമില്ല. 56 വയസ്സ് വലിയൊരു വയസ്സൊന്നുമല്ല. കേരളത്തിലെ ആയുർദൈർഘ്യത്തിൻ്റെ ശരാശരി തന്നെ ഏതാണ്ട് 70-80 വയസ്സാണ്. അപ്പോൾ 56 വയസ്സാകുമ്പോൾ പിന്നെ സർവീസിന് പിരിയല്ലാണ്ട് നിവൃത്തിയില്ല. കാരണം യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയല്ലേ നിവൃത്തിയുള്ളൂ. പക്ഷെ പിന്നെ എന്ത്, അല്ലെങ്കിൽ പിന്നീടുള്ള ജീവിതം എങ്ങനെയെന്നുള്ളതാണ്. ഈ ഒരു അധ്യാപന പരിചയം എന്ന് പറയുന്നത് എല്ലാ തലത്തിലും സമൂഹത്തിൽ ഇടപെടാനുള്ള ഒരു ഉൾക്കരുത്താർജിക്കുന്ന ഒരു കാലയളവാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകളിൽ വളരെ നന്നായി, അത് സാമൂഹ്യ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും സാംസ്കാരിക രംഗമായാലും ജീവകാരുണ്യപരമായ പ്രവർത്തനമായാലും നമ്മളിൽ ഒതുങ്ങിക്കൂടാതെ മനുഷ്യ നന്മയെയും സാമൂഹ്യ പുരോഗതിയെയും മുൻനിർത്തിയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ ബാലകൃഷ്ണ മാഷെ കാണുന്നത്. ഈ ഒരു അനുഭവ സമ്പത്തിൻ്റെ അനുഭവക്കരുത്തുമായി വരുന്ന ആളുകളിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇടപെടാനും, എന്നാൽ വിദ്യാഭ്യാസ മേഖലയോട് വിട പറയണമെന്നുള്ള അർത്ഥത്തിലെയല്ല, വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് കാര്യങ്ങൾ പുതിയ കാലത്ത് ചെയ്യാൻ കഴിയും. കാരണം സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ പ്രേമികളെയെല്ലാം തന്നെ നന്നായി വിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെയും അദ്ദേഹത്തിന് നല്ല സംഭാവനകൾ നൽകാൻ കഴിയും. ആ രീതിയിൽ അദ്ദേഹം അത് പ്രയോജനപ്പെടുത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. വാർഷികാഘോഷവേളയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാനില്ല. വളരെ മനോഹരമായ സ്കൂൾ കെട്ടിടങ്ങളും അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനമെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നമ്മുടെ പിലിക്കോട് GUP സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സൗകര്യങ്ങളുള്ള സ്കൂളാണ്. നല്ല രീതിയിലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൽ മികവ് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. അത്തരം ഗുണപരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന അധ്യാപക രക്ഷാകർതൃ സമിതിക്കും അധ്യാപകർക്കും PTA ആയാലും സ്കൂൾ വികസന സമിതി ആയാലും എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ബാലകൃഷ്ണ മാഷയുടെ വരുന്ന നാളുകളിൽ എല്ലാ ജീവിത വിജയവും ആശംസിച്ചുകൊണ്ട് ഈ വാർഷികാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ഞാൻ ആലോചിച്ചു, എത്ര കുട്ടികൾ ഇവിടെ